പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. അരുണോദയൻ്റെ ഒരു പൊൻപുലരി കൂടി നമ്മളെ തൊട്ടു തഴുകി നമ്മളെ ഉണർത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ ആരോഗ്യത്തോടെ, ആയുസ്സോടെ, ബലത്തോടെ, ദൈവശക്തിയോടെ, ദൈവകൃപയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതം ദൈവവചന ധ്യാനചിന്തയോടെ നമുക്ക് ആരംഭിക്കുന്നതിന് ആധാരമായി ഒരു വേദവചനം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 5, 6, 7 വാക്യങ്ങൾ. 2 Kings chapter 6 verse 5, 6 and 7 വായിക്കുന്നു. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു കൊടുത്തു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അതെടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അത് എടുത്തു. കേവലം 6-ാം അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള സംഭവത്തിലെ 7 വരെയുള്ള വാക്യങ്ങളിലെ ഒരത്ഭുതം മാത്രമാണ് കാണുന്നത്. പക്ഷെ 1-2 കാര്യങ്ങൾ അവിടെ വ്യക്തതയിൽ കാണാം. ഒന്നാമത്തെ കാര്യം പറയുന്നു, ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുമ്പോൾ പഴയ നിയമകാലത്ത് പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളാണ്. ആ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം. ഈ സംഭവത്തിനകത്ത് ലോജിക് ഇല്ല. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് പച്ചവെള്ളം വീഞ്ഞാക്കി. ലോജിക്കലായിട്ട് ചിന്തി നോക്കി, അതെങ്ങനെ വീഞ്ഞാകും? ഇല്ല, മറുപടി ഇല്ല. യുക്തിപരമായി ചിന്തിച്ചാൽ മറുപടി കിട്ടാത്ത അതിനാണ് അത്ഭുതം എന്ന് പറയുന്നത്. അതിനാണ് അടയാളം അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പദ്ധതികളെല്ലാം അങ്ങനെയാണ്. ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ അതിന് ബിഹൈൻഡ് ഇറ്റ് ഈസ് റീസൺ, അതിന്റെ കാരണം അന്വേഷിച്ചാൽ അത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അതിനെ അത്ഭുതം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് അതിനെ അത്ഭുതം എന്ന് പറയുന്നത്. ഈ വചനം, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ചെയ്ത ലോജിക്കല്ലാത്ത ഒരു കാര്യം, അത് പ്രവാചകനിലൂടെ ചെയ്ത കാര്യം. ഇതിനകത്തെ കാതലായ കാര്യം, ഒരു മരക്കമ്പ് വെട്ടി എറിഞ്ഞു. ഈ ഇരുമ്പ് പോയ ഭാഗത്ത് ഒരു മരക്കമ്പ് വെട്ടി എറിഞ്ഞു. ആ മരക്കമ്പ് വീണ ഭാഗത്ത് ഇരുമ്പ് പൊങ്ങി വന്നു. അങ്ങനെ വായിക്കുന്നത്. ഒരു കോടാലി അത് താഴെ വീണ് വെള്ളത്തിൽ വീണ് പോയി, അത് പൊങ്ങി വന്നു. അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. അതാ ഇതിനകത്തെ പ്രധാന സംഭവം. അതാ ഒരു ഇരുമ്പ് പൊങ്ങി വന്നതാ സംഭവം. ഇതിനെ ഡീപ്പായിട്ട് ഒന്ന് ചിന്തിച്ച് 1-2 കാര്യങ്ങൾ അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്, അതിനകത്തൊരു സന്ദേശമുണ്ട്. ഈ പാർക്കുന്ന സ്ഥലം ഇടുങ്ങിയതായതുകൊണ്ട് അതൊന്ന് വിശാലമാക്കാൻ ഓരോരുത്തൻ പോയി മരം മുറിക്കാൻ യോർദാന്റെ തീരത്ത് പോയി. അത് നല്ല കാര്യം. പാർക്കുന്ന സ്ഥലം ഇടുക്കമാണ്, വിശാലത വേണം. പാർക്കുന്ന സ്ഥലമോ ആരാധിക്കുന്ന ചർച്ചോ പാഴ്സനേജോ ഒക്കെ അത് വിശാലത വേണം. അതൊന്നാമത്തെ കാര്യം. അങ്ങനെ വിശാലതയ്ക്ക് വേണ്ടി കടന്നുപോയി എന്നുള്ള ഒന്നാമത്തെ കാര്യം. അതിനൊരു സന്മനസ്സും മനോഭാവം ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സന്മനസ്സുണ്ടായാലും അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായാലും അത് പ്രധാനപ്പെട്ട കാര്യം. അത് വെരി ഗുഡ്, അത് നല്ല കാര്യം. അങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിൽ ഒരുവൻ വിളിച്ചു, യജമാനെ അങ്ങും കൂടെ ഞങ്ങളുടെ കൂടെ പോരണം എന്നൊരു വിളിയുണ്ട്. യജമാനൻ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, യജമാനെ കൂടെ പോരാമോ എന്നൊരു വിളിയുണ്ട്. അതിനകത്തൊരു സന്ദേശം അടങ്ങിയിട്ട് അത് സ്വാഭാവികമായിട്ടും അന്നത്തെ പ്രവാചകൻ ദൈവത്തിന്റെ സ്ഥാനത്താണ് പ്രവാചകനെ കണ്ടതാണ്. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകനോടൊപ്പമാണ്. പ്രവാചകനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണമെന്നൊരു മനുഷ്യന് തോന്നി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനെയും ശിഷ്യന്മാരെയും വിളിച്ചിരുന്നു എന്ന് കാണാം. യേശുവിനെ വിളിക്കുമ്പം അവിടെ ഒരു അത്ഭുതത്തിന് വേണ്ടിയല്ല വിളിച്ചത്. ഈ പ്രവാചകനെ കൂടെ കൊണ്ടുപോകുമ്പോൾ അവിടെ കൊടാലി പോകുമെന്നോ അല്ലെങ്കിൽ ഒരു അത്ഭുതം നടത്തണമെന്ന് വിചാരിച്ചിട്ടല്ല വിളിച്ചത്. പക്ഷെ കൂടെ വിളിച്ചു. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവിനെ കൂടെ കൊണ്ടുപോയി. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവപൈതലെ ഒരു വസ്തുത പറയാം, യേശു കൂടെയുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. കർത്താവ് നിന്റെ കൂടെ ഉണ്ട് എങ്കിൽ നിന്റെ യാത്ര അത് സഫലമാകും, കൃതാർത്ഥമാകും. പോരായ്മകൾ ഇല്ലെന്നല്ല, കാറ്റും കടലും കോളും ഒക്കെ ഇല്ലെന്നല്ല, പക്ഷെ കർത്താവ് കൂടെയുണ്ടോ അത് സക്സസ് ആയിരിക്കും, അത് വിജയമാണ്. ഒരിക്കൽ യേശു കർത്താവ് യാത്ര ചെയ്ത പടകിനകത്ത് ശിഷ്യന്മാർ തണ്ട് വലിച്ചു ഭാരപ്പെട്ടു. എന്നിട്ട് ശിഷ്യന്മാർ അവസാനം എല്ലാം അവരെ കൊണ്ട് ശ്രമിക്കാവുന്ന ശ്രമകരമായ കാര്യമൊക്കെ നോക്കിയിട്ട് യേശു കർത്താവിനെ വിളിച്ചിട്ട് ചോദിച്ചു, നാഥാ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു ഒരു വസ്തുത പറഞ്ഞു, അല്പവിശ്വാസിയെ, നിങ്ങൾ എത്രത്തോളം സഹിക്കും? യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. ഒരു ഉറപ്പ് പറയാം, നിന്റെ പടകിനകത്ത് യേശു ഉണ്ടെങ്കിൽ നീ നശിച്ചു പോകത്തില്ല.
നിന്റെ പടകിനകത്ത് യേശു കർത്താവ് ഉണ്ടെങ്കിൽ കുഞ്ഞെ നീ തകർന്നു പോകയില്ല എന്ന്. യേശു കർത്താവ് നിന്റെ പടകിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, യേശു കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ കുഞ്ഞെ നീ തകർന്നു പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല. ലക്ഷ്യസ്ഥാനത്ത് നീ എത്തുക തന്നെ ചെയ്യും. യേശു ഉണ്ടോ കൂടെ? ഇവിടെ പ്രവാചക ശിഷ്യന്മാർ ഒരുമിച്ച് പോകുമ്പോൾ ഒന്നാമത് ആ പ്രവാചക ശിഷ്യൻ, ഒരു ശിഷ്യൻ യജമാനോട് കൂടെ വരാൻ പറഞ്ഞു. അതൊരു പോസിറ്റീവ് തിങ്കിങ്ങാ. ഇന്ന് ഞാൻ പറയാം, നീ പോകുന്ന ഇടത്ത് യേശു കർത്താവ് കൂടെ വരണം. ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തിടത്ത് ഞങ്ങളെ അയക്കരുതേ എന്ന് മോശ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ വേണം. കുഞ്ഞെ ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങിക്കേ. ഇന്ന് ആയിരിക്കുന്ന സ്ഥലത്ത് നോക്കിയ ദൈവ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ടോ? ദൈവത്തിന്റെ നീ നേരോടെ വിശുദ്ധിയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാൽ ദൈവത്തിന്റെ വിട്ടുമാറാത്ത സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാകും. ആ സാന്നിധ്യം കൂടെ ഉണ്ടാകണം. കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാകണം. ഒന്നാമത്തെ ദൂത്, ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാകണം. നിന്റെ യാത്രക്കകത്ത് ഖേദം വരികയില്ല. പിന്നെ ഈ മനുഷ്യൻ യജമാനെ കൂടെ വിളിച്ചു, പ്രവാചകനെ കൂടെ വിളിച്ചു. അങ്ങനെ ഉത്സാഹത്തോടെ പോയി മരം വെട്ടിക്കൊണ്ടുവന്നു. ഒരുത്തൻ മരം വെട്ടിയപ്പോൾ അവന്റെ കൊടാലി ഊരി വെള്ളത്തിൽ വീണു. അതൊരു ഒരു സാധാരണ സംഭവം, അതൊരു എക്സ്ക്യൂസ്ഡ് സംഭവമാണ്. കാരണം കൊടാലി ഊരി പോകാം, സാധ്യതയുണ്ട്. പക്ഷേ ഊരി കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞ് കടം വാങ്ങിയതായിരുന്നു. അതാ അതെ, യജമാന്റെ കൊടാലി വെള്ളത്തിൽ പോയി, അത് കടം വാങ്ങിയതാ, പിന്നെ ഉണ്ടാക്കി കൊടുക്കണം. അവന്റെ രണ്ടാമത്തെ സന്ദേശം പറയാം, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്നൊരു ദൈവം, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം. ഒന്ന്, ദൈവ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടോ, നിന്റെ നഷ്ടത്തെ ദൈവം മടക്കി തരും. പിശാച് എടുത്തോണ്ട് പോയി നിനക്ക് മടക്കി തരും. നിന്റെ യാത്രയിൽ നഷ്ടപ്പെട്ട നിനക്ക് മടക്കി തരും. നഷ്ടപ്പെട്ടു പോയി നിന്റെ കുറവ് കൊണ്ട് നിന്റെ കൃപാവരം നഷ്ടപ്പെട്ടു പോയി ദൈവം അത് മടക്കി തരും. ദൈവം മടക്കി തരുന്ന ദൈവമാ. യജമാനെ നഷ്ടം വന്നുപോയി, കൊടാലി ഊരിപ്പോയി, എന്തു ചെയ്യണം? ആ നിലവിളിക്ക് മുമ്പിൽ യജമാനൻ ചോദിച്ചത് എവിടെ വീണോ? സ്ഥലം കാണിച്ചു കൊടുത്തു. ഒരു കോല് വെട്ടി അതിന്മേൽ എറിഞ്ഞു, ആ വെള്ളത്തിന്മേൽ എറിഞ്ഞു, ഇരുമ്പ് പൊങ്ങി വന്നു. കുഞ്ഞെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ നഷ്ടപ്പെട്ടതിനെ, നിന്റെ ഇല്ലായ്മയെ പരിഹരിച്ച് നിനക്ക് നഷ്ടപ്പെട്ടതിനെ, നിനക്ക് നീ തിരിച്ചു ലഭിക്കുകയില്ലെന്ന് പറഞ്ഞതിനെ, നിനക്ക് നീ മടക്കി കിട്ടുകയില്ലെന്ന് പറഞ്ഞതിനെ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മടക്കി തരുന്നൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി മടക്കി തരുന്നൊരു ദൈവമുണ്ട്. മടക്കി തരുന്നൊരു ദൈവമുണ്ട്. ഇത് നഷ്ടമല്ല കുഞ്ഞെ, ഇത് മടക്കി തരും. നീ ഒന്ന് നിലവിളിച്ചോ, നിന്റെ നഷ്ടം മടക്കി തരും. നിന്റെ നഷ്ടപ്പെട്ട തലമുറയെ മടക്കി തരും. നഷ്ടപ്പെട്ട ആടിനെ മടക്കി തരുന്ന ദൈവം, നഷ്ടപ്പെട്ട മുതലിനെ മടക്കി തരുന്ന ദൈവം, നഷ്ടപ്പെട്ട ദ്രവ്യം മടക്കി തരുന്ന ദൈവം നിന്റെ നഷ്ടത്തെ ലാഭമാക്കും, നിന്റെ നഷ്ടത്തെ മടക്കി തരും. ഇറങ്ങി പുറപ്പെട്ടു പോയ മകൻ മടങ്ങി വന്നതുപോലെ നഷ്ടം അതേ ലാഭമാക്കും, നഷ്ടത്തെ മടക്കി തരും. യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ ഈ കൊടാലി പൊങ്ങി വരാൻ സാധ്യതയില്ല. കാരണം യോർദാൻ കരകവിഞ്ഞൊഴുകും. പക്ഷെ കമ്പ് വെട്ടിയിട്ടപ്പോൾ, കോൽ വെട്ടിയിട്ടപ്പോൾ ഒരു കൊടാലി വന്നെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന് മനസ്സിലാകത്തില്ല, യുക്തിചിന്തയ്ക്ക് മനസ്സിലാകത്തില്ല, മെഡിക്കൽ സയൻസിന് മനസ്സിലാകത്തില്ല, എഴുതി വെച്ച റിപ്പോർട്ടുകൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ തമ്പുരാനോട് നിലവിളിക്കുന്ന നിനക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വസ്തുത പറയാം. യുക്തിക്ക് നിരക്കാത്തത്, സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത്, മെഡിക്കൽ സയൻസിന് മനസ്സിലാകാത്തത്, ശാസ്ത്രലോകത്തിന് മനസ്സിലാകാത്തത് ദൈവം നിനക്ക് വേണ്ടി മാത്രം അത് ചെയ്തു തരുമെന്ന് ഞാൻ ആത്മാവിൽ ഉറപ്പിക്കട്ടെ. രേഖ വിരോധമായിരിക്കും, രാജ്യത്തിന്റെ രേഖ നിനക്ക് വിരോധമായിരിക്കും, നിയമങ്ങൾ നിനക്കെതിരായിരിക്കും, യുക്തിപരമായി ഇതിന് സാധ്യത ഉണ്ടാകത്തില്ല. മെഡിക്കൽ സയൻസും റിപ്പോർട്ടും ശാസ്ത്രലോകവും എതിരാണെന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി മടക്കി തരുന്ന ദൈവമുണ്ട്. ഒരു കോല് വെട്ടി, ഒരു കമ്പ് വെട്ടി എറിഞ്ഞു, ഇരുമ്പ് പൊങ്ങി വന്നു. ഇതൊരു കഥയായിട്ടോ ഒരു അമ്മൂമ്മ കഥയായിട്ടേ ആളുകൾക്ക് തോന്നിയുള്ളൂ. പക്ഷേ വചനം അങ്ങനെ പറഞ്ഞു, അത് സത്യമാ കുഞ്ഞെ. ഈ വചനം അങ്ങനെ പറയുമ്പോൾ ഇന്ന് കേൾക്കുമ്പോൾ നീ വിശ്വസിച്ചോ, നിനക്ക് വേണ്ടി മടക്കി തരുന്ന ദൈവമുണ്ട്. കോല് വെട്ടി എറിയുമ്പോ ഇരുമ്പ് പൊങ്ങി വരുന്ന, വെള്ളത്തിനകത്ത് ഇരുമ്പ് സാധാരണഗതിയിൽ പൊങ്ങി വരത്തില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞാൽ ഇത് പൊങ്ങി വരും. തമ്പുരാൻ പറഞ്ഞാൽ തീയുടെ ബലം കെടും. തമ്പുരാൻ പറഞ്ഞാൽ യോർദാൻ രണ്ടായി മാറും. തമ്പുരാൻ പറഞ്ഞാൽ പർവ്വതങ്ങൾ അതേ കടലിൽ പോയി ചാടിപ്പോകും. തമ്പുരാൻ പറഞ്ഞാൽ അത്തി വേരോടെ ഉണങ്ങും. തമ്പുരാൻ പറഞ്ഞാൽ സൗഖ്യം വരും. തമ്പുരാൻ പറഞ്ഞാൽ പച്ചവെള്ളം വീഞ്ഞാകും. തമ്പുരാൻ പറഞ്ഞാൽ അതേ ചതുരധർമ്മ പണം മീനിന്റെ വായിലിരിക്കും. തമ്പുരാൻ പറഞ്ഞാൽ തിമിംഗലങ്ങൾ അനുസരിക്കും. തമ്പുരാൻ പറഞ്ഞാൽ കഴുത വായെടുത്ത് സംസാരിക്കും. തമ്പുരാൻ പറഞ്ഞാൽ നിലയ്ക്ക് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി നടക്കും. നിന്റെ നിലവിളിക്ക് മുമ്പിൽ തമ്പുരാൻ പറയുമ്പോ, ദൈവം പറയുമ്പോ ആഴത്തിലേക്ക് നീക്കി വല വീശുമ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത അനുഭവം. യെസ്,
ദൈവം തമ്പുരാൻ നിന്നോട് പറയുന്നു ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരത്തിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന്, ദൈവ സാന്നിധ്യം കൂടെ പോരട്ടെ. രണ്ട്, നഷ്ടത്തെ ലാഭമാക്കുന്ന ദൈവം നിലവിളിക്ക് മുമ്പിൽ അതേ ചെവി മറച്ചു കളയുന്ന ദൈവമല്ല, ചെവി ചായച്ച് നഷ്ടത്തെ മടക്കി കൊടുക്കുന്ന, ലോജിക്ക് യുക്തിപരമായി ചിന്തിക്കുന്നതിനപ്പുറം പേപ്പറുകളെ യാഥാർത്ഥ്യമാക്കുന്ന അതേ ലോകത്തിലെ രേഖകളെ തിരിച്ചെഴുതി യാഥാർത്ഥ്യമാക്കുന്ന ദൈവത്തിന്റെ കരം. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവം, ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം. തമ്മിൽ കാണുകൾ ക്രമയിൽ സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗഡ് ബ്ലസ് യു. തമ്മിൽ കാണും വരെ ക്രമയിൽ സൂക്ഷിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും കാണാം. ഗഡ് ബ്ലസ് യു. കർത്താവ് കൃപയിൽ മറക്കട്ടെ.